1968 വിമാനാപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് 56 വർഷത്തിനു ശേഷം ലഡാക്കിൽ നിന്ന് കണ്ടെത്തിയത്. മൃതശരീരം കണ്ടെത്തിയ വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിലറിയിച്ചു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഈ 56 വർഷത്തിനു ശേഷം ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് പറയുമ്പോൾ സംശയം തോന്നും. പക്ഷേ ലഡാക്കിലെ മഞ്ഞുനിരകളിൽ നിന്നാണ് അല്ലേ കണ്ടെത്തിയത്? അപ്പോൾ ഈ സംശയത്തിന് ശാസ്ത്രീയമായ ഒരു വശമായി. അതെ റോഷ്നി, ഈ വിമാനാപകടത്തിൽ കാണാതായ ഇലന്തൂരുകാരനായ സൈനികന്റെ ഭൗതിക ശരീരം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കൃത്യമായി പറഞ്ഞാൽ 1968 ഫെബ്രുവരി 7-നാണ് വിമാനാപകടം സംഭവിച്ചത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഡാക്ക ഗ്ലേസിയർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ വിമാന അപകടം സംഭവിച്ചത്. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇലന്തൂരിലെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് 22 വയസ്സായിരുന്നു ഈ തോമസ് ചെറിയാന് ഉണ്ടായിരുന്നത്. ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ OM തോമസിന്റെ മകനാണ് തോമസ് ചെറിയാൻ. ഏതായാലും ഈ വിവരം ഇന്ന് രാത്രി 7 മണിയോടെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ SHOയെ അറിയിച്ചിട്ടുണ്ട്. അവർ അറിയിച്ചത് ഇങ്ങനെ ഒരു മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഇവരുടെ മേൽവിലാസത്തിൽ അന്വേഷിച്ച് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആരൊക്കെയുണ്ട് എന്നത് അറിയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും സൈനിക ഉദ്യോഗസ്ഥർ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അത് പ്രകാരം സ്റ്റേഷൻ SHO കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനും മകനുമാണ് ഇലന്തൂരിലെ വീട്ടിലുള്ളത്. അവരെ ഏതായാലും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളിൽ നിന്ന് അന്നത്തെ കാലത്ത് SSLCയും പിന്നീട് കാതോലിക്കറ്റ് കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും പാസ്സായ ശേഷമായിരുന്നു സൈന്യത്തിൽ ചേർന്നത്. ലഡാക്കിൽ നിന്ന് ലേ ലഡാക്കിലേക്കായിരുന്നു അന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നത്. അതിനിടെയാണ് ഈ ഡക്കയിലെ ഗ്ലേസിയറിൽ വെച്ച് ഈ ഒരു വിമാനാപകടം സംഭവിച്ചത്. 2013 ഇതേ ഭാഗത്തു നിന്നും ഒരു മൃതശരീരം കണ്ടെത്തിയതായി അന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. ഏതായാലും അന്വേഷണം അന്ന് തുടരുക തന്നെയാണെന്നും ഈ സൈന്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. ഏതായാലും സൈന്യത്തിന് ഇവരുടെ മേൽവിലാസവും ഒപ്പം തന്നെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പരും പോലീസ് കൈമാറിയിട്ടുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് സൈനിക ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സഹോദരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും മൃതശരീരം ഏതായാലും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇലന്തൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലായിരിക്കും സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് എന്നും ഇപ്പോൾ ഏതായാലും അറിഞ്ഞിട്ടുണ്ട്. റോഷ്നി.